സുഹൃത്തുക്കളെ, ഇത് നമ്മൾ ഇനി ഒരു ചിക്കൻ്റെ വേറൊരു വെറൈറ്റി ചെയ്യാൻ പോവുകയാണ്. ഇത് നമ്മൾ സാധാരണ ഈ ബാർബക്യൂ ചിക്കൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രൈ ചെയ്ത പൊരിച്ച ചിക്കൻ നമ്മൾ രുചിച്ചിട്ടുണ്ടല്ലോ. ബാർബക്യൂ രുചിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ അതേ പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. നമ്മൾ ആദ്യം ചിക്കൻ റോസ്റ്റ് ചെയ്തായിരുന്നല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ. അത് തന്നെ അതേ പ്രൊസീജിയർ തന്നെ നമ്മൾ ചെയ്ത് അതേ പ്രൊസീജിയറാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഡ്രം സ്റ്റിക്ക് എന്ന് പറയും, ഇതിൻ്റെ കാലുകൾക്ക് ഡ്രം സ്റ്റിക്ക് എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ പിന്നെ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് മാരിനേറ്റ് ചെയ്യണം. അത് അല്പം ഒരു ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അല്പം ഗരം മസാല, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അത് ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് അത് കുഴച്ചെടുത്ത് അത് അങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കണം, അത് പിടിക്കണം നല്ലപോലെ. അങ്ങനെ മാരിനേറ്റ് ചെയ്യുന്ന ആ ചിക്കനാണ് നമ്മൾ പിന്നീട് വറുത്തെടുക്കുന്നത് കേട്ടോ. പക്ഷേ അത് അരമണിക്കൂർ വയ്ക്കുക. പിന്നെ മറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കണം. ഓർക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഓർക്കുന്നില്ലേ? മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്ലെങ്കിൽ മുളക് പൊടിക്ക് കാശ്മീരി പൊടി ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞത്, മല്ലിപ്പൊടി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, സവോള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഗരം മസാല, പെരുംജീരകം, കറുവാപ്പട്ട, ചെറിയ കഷ്ണം, പിന്നെ ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, ഉപ്പ്. ഇത്രയാണ് ഞാൻ പറഞ്ഞിരുന്നത്. മറ്റേപോലെ തന്നെ കേട്ടോ. അപ്പം അതേ ഇൻഗ്രീഡിയൻസ് തന്നെ നമ്മൾ ഇതിനകത്തും ചേർക്കുന്നത്. പിന്നെ നമ്മൾ അത് ആദ്യം നമ്മളത് അരിഞ്ഞു വെച്ചിരുന്ന സവോളയും മുളക്, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം ചേർത്ത് നമ്മൾ മറ്റേ ചെയ്തപോലെ തന്നെ നമ്മളത് പിന്നെ നമ്മളത് വഴറ്റിയെടുക്കണം. സോട്ട് ചെയ്ത് എന്ന് പറഞ്ഞാൽ വഴറ്റിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ആദ്യം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചിരുന്ന ആ ഇൻഗ്രീഡിയൻസ് അതെല്ലാം കൂടെ ഇതിനകത്തേക്ക് നമ്മുടെ ഈ പാനിനകത്തേക്ക് ചൂടായി നിൽക്കുന്ന എണ്ണ ചൂടായി നിൽക്കുകയല്ലേ, അതിനകത്തേക്ക് ഇടുക. നന്നായിട്ട് ഇളക്കി അത് കുറച്ച് നേരം എടുക്കും. കുറച്ച് നേരം എടുത്തത് നല്ലൊരു ഗോൾഡൻ കളർ വരുന്നതിനും വരെ മറ്റേ നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇളക്കി കൊണ്ടുവരണം. ഇളക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ പിന്നെ അടുത്ത ഫർദർ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു പാനെടുത്ത് അതിലേക്ക് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അല്പം പെരുംജീരകം ഇടുക. അത് നല്ലതായിരിക്കും. അതിനുശേഷം കറുവാപ്പട്ട ഇടണം, ഒരു കഷ്ണം ഇടുക. പിന്നെ ഗ്രാമ്പു, ഒരു 4 ഗ്രാമ്പു ചതച്ചിട്ടങ്ങ് ഇട്ടേക്കുക. പിന്നെ 2 ഏലക്ക ചതച്ചത്, ബേ ലീഫ് 1-2 ഇടാം. ഇട്ട് നന്നായി ചൂടായി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉള്ള അത് ചതച്ചിട്ട് ഒരുമിച്ച് അതിനകത്തേക്ക് ഇടുക. പിന്നെ പച്ച മണം മാറി കഴിയുന്നിടം വരെ അത് ചൂടാക്കിക്കൊണ്ടിരിക്കുക. ഒരു പച്ചമണം കാണും അതിന്. അതിനുശേഷം സവോള, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായി വഴറ്റുക. നമ്മളിതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ, അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എരിവ് ഒത്തിരി വേണ്ടാത്തവർ കാശ്മീരി മുളക് പൊടി എടുത്താൽ മതി. ഓക്കെ. മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ, കാശ്മീരി പൊടിയാണെങ്കിൽ കുറച്ചുകൂടി എടുക്കാം, കാരണം ഇതിന് എരിവ് കുറവല്ലേ. പിന്നെ മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂണ് ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു സിമ്മിലിട്ടാൽ മതി തീയ് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്നുകൂടെ മാറിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച തക്കാളി ഒരെണ്ണം ഇട്ട് തക്കാളി വെന്ത് സോഫ്റ്റായി കഴിയുമ്പോൾ അതുവരെ വെക്കണം കേട്ടോ. നന്നായിട്ട് വെന്ത് സോഫ്റ്റായി കഴിയുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ആ ചിക്കൻ കാലുണ്ടല്ലോ, ആ ഡ്രം സ്റ്റിക്ക് എന്ന് പറയുന്നത് എടുത്ത് അതിനകത്തേക്ക് ഇടുക. ചിക്കൻ അതിലിട്ട് മൂടി വെച്ച് വേവിക്കണം.
ഡ്രം സ്റ്റിക്ക് എന്നാണ് അതിന് പറയുന്നത്, അതിൻ്റെ കാലിനെ. പിന്നെ ഡ്രം സ്റ്റിക്ക് തന്നെ മേടിച്ച് വെച്ച് വറുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം ഒരു അഞ്ച് പേരുണ്ടെന്നുണ്ടെങ്കിൽ ആ 5 പേർക്ക് അതിന് 10 10 12 14 ഒക്കെ ആയിട്ട് നമുക്ക് കൂട്ടാം കേട്ടോ. അത് നന്നായിട്ട് അത് പാനിനകത്തിട്ട് മൂടി വെച്ച് വേവിക്കണം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, കാരണം ഇതിനകത്ത് തന്നെ വെള്ളം ഓൾറെഡി ഉണ്ട്, ചിക്കനകത്ത് വെള്ളമുണ്ട്, അതുകൊണ്ടാണ് വെള്ളം ചേർക്കണ്ടെന്ന് പറയുന്നത്. പിന്നെ ഞാൻ ആ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഒന്നുകൂടെ ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തിന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടി ഇട്ടേക്കാം. അതിനുശേഷം ഈ പിന്നെ ഡ്രം സ്റ്റിക്ക് നന്നായിട്ട് പൊരിയണം. നന്നായിട്ട് പൊരിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മളത് പിന്നെ അതിനകത്തേക്ക് കേട്ടോ ഒരു കുഞ്ഞ് ബൗളെടുത്തിട്ട് നന്നായിട്ട് പൊരിഞ്ഞ് കഴിയുമ്പോൾ കേട്ടോ ഒരു ബൗളെടുത്തിട്ട് അതിൽ അല്പം ഹണി, കുറച്ച് തേനും കറുവാപ്പട്ടയുടെ കുറച്ച് പൊടി, കുറച്ചേ മതി, അല്ല ഒരു ടീസ്പൂണൊക്കെ വെച്ച് മതി. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്, ഇത് 3 കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട്, കിച്ചണിൽ ഉപയോഗിക്കുന്ന ബ്രഷ് കേട്ടോ, കൊണ്ടുവന്ന് അത് ആ ചിക്കൻ്റെ മേലെ ഇത് പുരട്ടണം. ഈ ഡ്രം സ്റ്റിക്കിൻ്റെ മേലെ ഇത് പുരട്ടി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് പിന്നെ ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്ലൈ ചെയ്തിട്ട് കുറച്ചുകൂടെ പൊരിച്ചെടുക്കുക. അപ്പോൾ ഒരു ബാർബിക്യൂ ചിക്കൻ്റെ ഒരു ഏതാണ്ട് രുചി നമുക്ക് കിട്ടുന്ന പോലെ തോന്നും കേട്ടോ. അത് ചെറിയ ടെക്നിക്കാണ്, അത് അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഞാനിപ്പം. അപ്പോൾ അങ്ങനെ നമ്മളത് ചെയ്താൽ മതിയെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല രുചികരമായ എന്നാ പറയുന്ന ഫ്രൈഡ് ചിക്കൻ കേട്ടോ. മറ്റേ നമ്മൾ റോസ്റ്റായിട്ട് ഉണ്ടാക്കുക ചെയ്യും. ഇത് കാല് മാത്രമാണ്. അപ്പോൾ ഈ കാലിങ്ങനെ നമുക്ക് ചുമ്മാ കടിച്ച് തിന്നാനായിട്ട് നല്ല രുചിയുള്ളൊരു സാധനമല്ലേ. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ്. നിങ്ങളതൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അതെപ്പോഴും നമുക്ക് നല്ലതായിരിക്കും. എല്ലാവർക്കൊക്കെ ഓഫർ ചെയ്യാൻ, ഗസ്റ്റുകൾ വരുന്നവർക്കൊക്കെ ഓഫർ ചെയ്യാനൊക്കെ ഒത്തിരി നല്ലതല്ലേ അത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമുക്ക് ഒത്തിരി വല്ലവർക്കും ഓഫർ ചെയ്യുന്നതിന് മടിയില്ലാതെ, കാരണം ആൾക്കാർ പിന്നെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കരുത്. പ്രത്യേകിച്ച് ചെറിയ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിന്. ചെറിയ പിള്ളേരെന്നല്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി നല്ലതായിരിക്കും കേട്ടോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഉണ്ടോ. ഇപ്പോൾ അത് നല്ലൊരു വറുത്തിരിക്കുകയാണ് കണ്ടോ. നന്നായിട്ട് വറുത്ത് ഞാൻ പറഞ്ഞ പോലെ ആ ബ്രഷ് എടുത്തിട്ട് ഈ പറഞ്ഞ ആ ഒരു 3 ഹണിയും അതുപോലെ തന്നെ കറുവാപ്പട്ടയുടെ പൊടിയും പിന്നെ കുറച്ച് പിന്നെ എന്നാ പറയണത് കേട്ടോ, കറുവാപ്പട്ടയുടെ പൊടിയും പിന്നെ കുറച്ച് കെച്ചപ്പ് പൊടി ചേർക്കാൻ പറ്റും. അതുകൊണ്ടാണ് ചുവന്നിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ആ ബ്രഷ് കൊണ്ട് നന്നായിട്ട് തേച്ച് അത് പിന്നെ ഒന്നുകൂടെ ഒന്ന് പൊരിക്കണം കേട്ടോ. അപ്പോഴത്തേനും നമുക്കൊരു ബാർബിക്യൂ ചിക്കൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും അന്നേരം. അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഒരു സജഷൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ, അത് ഒത്തിരി നല്ലതായിരിക്കും. സോ എൻജോയ് കേട്ടോ. പിന്നെ എപ്പോഴേലും ഡ്രം സ്റ്റിക്ക് വറുത്ത് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ചെയ്തോളണം. എന്താണെന്നാ ഞാൻ ആ ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ചേർക്കുന്നുണ്ടോ കേട്ടോ. എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടെ അത് ഞാനത് ചേർക്കുന്നുണ്ട്. ആ ഇൻഗ്രീഡിയൻസ് പിന്നെ ഞാനിതിനകത്തിട്ട് കുറച്ച് നേരത്തേക്ക് കാണും. അന്നേരത്തിൽ നിങ്ങളത് എഴുതിയെടുക്കുമോ, അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും, നിങ്ങൾക്കത് എഴുതിയെടുക്കാൻ പറ്റും. പുറത്തിരുന്നാൽ മതി കേട്ടോ. സോ ഈ ചിക്കൻ തീർച്ചയായിട്ടും ഐ ഗ്യാരണ്ടി യു ദാറ്റ് യു ക്യാൻ എൻജോയ് ദിസ് ചിക്കൻ വെരി വെൽ കേട്ടോ. ഡ്രം സ്റ്റിക്ക് ഇഷ്ടമില്ലാത്തവർ ആരുമില്ല, ഇത് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം. ഇനി അടുത്ത വേറെ പുതിയ വിഭവങ്ങളായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. വേറെ ഇനി പുതിയ അല്ലെങ്കിൽ ചില സ്നാക്സൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ചിക്കനും മട്ടണും മാത്രമല്ല, പിന്നെ ബഫലോയും മാത്രമല്ല, അല്ലാതെ സ്നാക്സുകളായിട്ടുള്ള ഇതെല്ലാം കൊണ്ടുവരുന്നുണ്ട് ഇനി കേട്ടോ. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ, അത് ഞാനത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ.
അതിൻ്റെ പ്രസൻറ്റേഷനാണത്. അതുപോലെ നല്ലൊരു ഇതെടുത്തിട്ട് അതിനകത്തേക്ക് ഇതെല്ലാം നന്നായിട്ട് അടുക്കി ഇതുപോലെ വെച്ച് നന്നായിട്ടൊരു പ്രസൻറ്റേഷൻ വേണം കേട്ടോ.